എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കർക്കിടക മധുരക്കഞ്ഞിയാണ്. ഇതുപോലൊരു കഞ്ഞിയെല്ലാം തയ്യാറാക്കി എടുക്കുമ്പോൾ അത്യാവശ്യം ചെറിയ ഒരു കയ്പൊക്കെ ഉണ്ടാവും. ആ ഒരു കയ്പുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിക്കാനും ചില കൂട്ടുകാർക്ക് മടിയാണ്. പ്രായപൂർത്തിയായ കുട്ടികൾക്കും ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പ്രായമായ അമ്മമാർക്കും അച്ഛന്മാർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കർക്കിടക കഞ്ഞി. ഈ ഒരു കഞ്ഞി ഇതുപോലെയാണ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ എല്ലാവർക്കും വളരെ തന്നെ ഇഷ്ടപ്പെടും. നമ്മൾ ഇതിലേക്ക് ഗോതമ്പെല്ലാം ചേർത്ത് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് പ്രമേഹ രോഗികൾക്കും ഇത് കഴിക്കാനായിട്ട് വളരെ തന്നെ നല്ലതാണ്. ഞാനിന്ന് ഇതിലേക്ക് കുറച്ച് മധുരമൊക്കെ ചേർത്താണ് തയ്യാറാക്കിയിട്ടുള്ളത്. എൻ്റെ കൂട്ടുകാർക്ക് മധുരം ഒഴിവാക്കി തയ്യാറാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും, അതുപോലെ വളരെ ഹെൽത്തിയുമാണ്. ഈ ഒരു കഞ്ഞി ഇതുവരെയും നിങ്ങൾ ഇതുപോലെ അല്ല തയ്യാറാക്കിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കർക്കിടക മാസത്തിൽ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു സമയത്ത് ഇതുപോലൊരു മരുന്ന് കഞ്ഞി എല്ലാവരും തയ്യാറാക്കി കഴിക്കാൻ ശ്രമിക്കണേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയേറെ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. കർക്കിടക മധുരക്കഞ്ഞി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് അളവില് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഗോതമ്പ് ഒരു ബൗളിലേക്ക് മാറ്റാം. കഞ്ഞിക്കായിട്ടുള്ള ധാന്യങ്ങളൊക്കെ നല്ലതുപോലെ കഴുകി കുതിർത്തിയതിനു ശേഷമായിരിക്കണം നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഗോതമ്പിന്റെ കൂടെ തന്നെ 30 ഗ്രാം അളവില് മുതിര കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 20 ഗ്രാം അളവില് ഉലുവയാണ്. ഉലുവയും നമുക്ക് ഇതിലേക്ക് തന്നെ ചേർക്കാം. ഉലുവയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 20 ഗ്രാം അളവിൽ തന്നെ കറുത്തെള്ളാണ്. കറുത്തെള്ളും നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇത്രയും ആയാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 20 ഗ്രാം അളവിൽ തന്നെ നല്ല ജീരകമാണ്. കൂടെ തന്നെ 20 ഗ്രാം അളവിൽ ആശാളി കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു ആശാളി എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഈ ധാന്യങ്ങളെല്ലാം നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഒരു 5 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് കുതിർത്താനായിട്ട് വെച്ചു കൊടുക്കണം. നല്ലപോലെ കുതിർത്തിയ ധാന്യങ്ങൾ കൊണ്ട് ചെയ്യുമ്പോഴാണ് കർക്കിടക കഞ്ഞി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോ ഇതെല്ലാം ഒന്ന് കുതിർത്തി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ കുതിർന്ന് വന്നിട്ടുള്ള ധാന്യങ്ങളൊന്ന് തുറന്നുകൂടെ നോക്കാം. ഇപ്പോൾ നല്ലോണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി കുതിർത്തി എടുത്തിട്ടുള്ള ധാന്യങ്ങൾ ഒരു കുക്കറിലേക്ക് വേവിക്കാൻ മാറ്റാം. ധാന്യങ്ങൾ കുക്കറിലേക്ക് വേവിക്കാൻ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ലിറ്റർ മൂന്നാം പാലാണ്. മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതെല്ലാം വേവിച്ചെടുക്കുന്ന സമയത്ത് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് നിങ്ങൾ വേവിച്ചെടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ തേങ്ങാപ്പാലെല്ലാം ഒന്ന് പിരിഞ്ഞു പോവാനൊക്കെ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. അങ്ങനെ നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് മൂടിയതിന് ശേഷം ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും 8 വിസില് ചെറിയ തീയിലും വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ധാന്യങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതുപോലൊരു അരമുറി നാളികേരം നമുക്ക് തിരുമിയെടുക്കാം. നാളികേര പാലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോ ഇത്രയും അളവാണ് ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിന്റെ എയറെല്ലാം പോയി വന്നപ്പോൾ നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നുകൂടെ നോക്കാം. ഇപ്പോൾ നമ്മുടെ ധാന്യങ്ങളെല്ലാം നല്ലവണ്ണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നല്ല പോലെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം കറക്റ്റ് ആയിട്ടുള്ളൊരു പാകമായിരുന്നു. ഒരു തരി പോലും അടിയിലൊന്നും തന്നെ പിടിക്കാതെ തന്നെയാണ് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റുള്ള ചേരുവകൾ കൂടെ ചേർക്കാം. നമ്മുടെ ഇന്നത്തെ കർക്കിടക കഞ്ഞി കുട്ടികൾക്കും കൂടെ കുടിക്കാൻ പറ്റിയ പാകത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് മധുരവും കൂടി ചേർത്താണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് 250 മില്ലി അളവുള്ള കപ്പില് 1 കപ്പ് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചക്കരയും ചേർക്കാവുന്നതാണ്. ശർക്കര പാനി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ ഒക്കെ ചേർത്ത് കഴിക്കാൻ താല്പര്യമാണെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ മധുരം കുറച്ചാണ് ഇവിടെ ഈ ഒരു കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നതും. തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കഞ്ഞിയിലേക്ക് നമുക്ക് 1/2 ലിറ്റർ രണ്ടാം പാലാണ് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടതും. തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാല് ചേർക്കുമ്പോഴാണ് കഞ്ഞിക്ക് നല്ല സ്വാദ് കൂടെ കിട്ടുന്നത്. ഇനി രണ്ടാം പാലും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ കട്ടിക്കനുസരിച്ചിട്ടുള്ള പാകമാണ് ആയി വന്നിട്ടുള്ളത്. ഈ ഒരു കഞ്ഞി ഒന്നുകൂടി തിളച്ചു വരുമ്പോഴേക്കും ഒന്നുകൂടെ കട്ടിയായി വരും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം നീട്ടി വേണോട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ടും. രണ്ടാം പാലും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചുകൊണ്ട്
തിളച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞിയിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാം പാലും കൂടി ചേർത്ത് നല്ല പോലെ വീണ്ടും ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒന്നാം പാല് 200 മില്ലി അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് നാളികേരം അരച്ച് ചേർത്തും തയ്യാറാക്കാവുന്നതാണ്. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കഞ്ഞി അടപ്പിൽ നിന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ കഞ്ഞിയിലേക്ക് നല്ലൊരു സ്വാദിനായിട്ട് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ച പൊടി കൂടെ ചേർക്കുന്നുണ്ട്. വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ കഞ്ഞിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കാം. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ അളവിലെ നെയ്യ് കൂടെ ചേർക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ ഒരു 5-6 അല്ലി കൊച്ചുള്ളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. നിങ്ങൾ വീടുകളിൽ തയ്യാറാക്കുമ്പോൾ മധുരം ഒഴിവാക്കി തയ്യാറാക്കുവാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ താളിപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. താളിപ്പ് ഇപ്പോൾ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഞ്ഞിയിലേക്കാണ് ചേർക്കേണ്ടതും. ഇനി ഇതെല്ലാം കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള കർക്കിടക മധുരക്കഞ്ഞി ഇവിടെ റെഡിയാണ്. ഈ ഒരു കർക്കിടക മാസത്തിൽ തയ്യാറാക്കി കഴിക്കേണ്ടതായ ഈ ഒരു കഞ്ഞി വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. നമുക്ക് ഈ കഞ്ഞി ഒരു സെർവിംഗ് ബൗളിലേക്ക് കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാര് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.